ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. ഈ വീഡിയോ ഞാൻ എടുത്തത് ഒരു സാറ്റർഡേ ആയിരുന്നു, അതുകൊണ്ട് ഡ്യൂട്ടി ഇല്ലാത്ത ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കുന്നത്. രാവിലെ എണീക്കുമ്പോൾ തന്നെ റൂമിലെ കേർട്ടൻസ് ഒക്കെ മാറ്റി ഒന്ന് രണ്ട് വിൻഡോ ഓപ്പൺ ചെയ്തിട്ടാലാട്ടോ എനിക്കൊരു പോസിറ്റീവ് വൈബ് കിട്ടുള്ളൂ. പിന്നെ ഡ്യൂട്ടി ഇല്ലാത്ത ദിവസമായതുകൊണ്ട് ഇന്ന് പ്രത്യേകിച്ച് തിരക്കുകളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് രാവിലെ തന്നെ ബെഡൊക്കെ ക്ലീൻ ചെയ്തിട്ടിട്ടാണ് ഞാൻ ബാക്കി കാര്യം ചെയ്യുന്നത്. ബെഡ്ഷീറ്റൊക്കെ ഒന്നുകൂടി നീറ്റായി വിരിച്ച് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന പുതപ്പൊക്കെ നല്ല രീതിയിൽ മടക്കി എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ബാക്കി കാര്യങ്ങൾക്കായി പോകുന്നത്. ഡ്യൂട്ടി ഉള്ള ദിവസമാണെങ്കിൽ ഇതൊന്നും രാവിലെ എണീക്കുമ്പോൾ തന്നെ ചെയ്യില്ല കേട്ടോ. രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് കയറുന്നതിന് മുന്നേ ആയിരിക്കും ഇതൊക്കെ ഞാനൊന്ന് നീറ്റാക്കി ഇടാറ്. ബെഡ് വിരിച്ചു കഴിഞ്ഞാൽ പിന്നെ നേരെ അപ്പുറത്തേക്ക് പോകും. അവിടെ ചെന്ന് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ബ്രഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത പരിപാടി. ഞാനിതൊക്കെ ചെയ്ത് ചെല്ലുമ്പോഴേക്കും അമ്മയുടെ കുക്കിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞ് അമ്മ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. പിന്നെ മുറ്റം അടിക്കുക, പോപ്പിക്ക് ഫുഡ് കൊടുക്കുക, ഇതൊക്കെയാണ് സ്ഥിരം പരിപാടി. നൈറ്റ് ഫുള്ള് പോപ്പിയെ തുറന്നു വിടുന്നതുകൊണ്ട് രാവിലത്തെ ഫുഡ് അവൾക്ക് കൂട്ടിൻ്റെ അകത്ത് വെച്ചാട്ടോ കൊടുക്കുന്നത്. ആൾക്കതത്ര ഇഷ്ടമുള്ള കാര്യമൊന്നും അല്ല കേട്ടോ. പുറത്ത് വന്ന് എല്ലാവരുടെ ഒപ്പം കളിച്ചിട്ടൊക്കെ നിൽക്കുന്നതാണ് അവൾക്കിഷ്ടം. പിന്നെ അവളുടെ സങ്കടം മാറിക്കോട്ടെ എന്ന് വെച്ച് അമ്മ കുറച്ച് നേരം അവിടെ നിന്ന് അവളുടെ കൂടെ കളിച്ചിട്ടൊക്കെ ആട്ടോ ഇപ്പുറത്തേക്ക് വരുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഞാനും അമ്മയും പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി പരിപാടികൾ. മുറ്റമൊക്കെ അമ്മ ക്ലീൻ ചെയ്തുകൊണ്ട് അകം ഫുള്ള് വൃത്തിയാക്കുക എന്നുള്ളത് എൻ്റെ ടേണായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ക്ലീനിങ് പരിപാടിയിലേക്ക് ഇറങ്ങി. വലിയ കാര്യമായിട്ടുള്ള പണിയൊന്നും അല്ല കേട്ടോ, ജസ്റ്റ് പൊടിയൊക്കെ തട്ടി അകം ഫുള്ളൊന്ന് അടിച്ചു വാരിയിടും, അത്രേ രാവിലെ ചെയ്യാറുള്ളൂ. ഇതും കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ടി വിയൊക്കെ കണ്ട് റെസ്റ്റ് ചെയ്ത് അങ്ങോട്ടിരിക്കും. ഞാൻ ടി വി കണ്ടുകൊണ്ടിരുന്ന നേരത്ത് അമ്മ കുറച്ച് ഫ്രൂട്ട്സൊക്കെ എടുത്ത് കട്ട് ചെയ്ത് കൊണ്ടു തന്നു കേട്ടോ. പേരയ്ക്കായിരുന്നു ഒന്ന് കഴിച്ചതെന്ന് തോന്നുന്നു. കുറച്ച് നേരം അമ്മയോടും സംസാരിച്ച് പിന്നെ ടി വിയിലുണ്ടായിരുന്ന ഷോയൊക്കെ എൻജോയ് ചെയ്ത് കുറേ നേരം അങ്ങനെ ഇരുന്നു. പിന്നെ എനിക്ക് ഇരുന്ന് ബോറടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് ലഞ്ചിന് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാം, ഞാൻ ഹെൽപ്പ് ചെയ്ത് തരാമെന്ന്. അപ്പോൾ അമ്മ തന്നൊരു ഓപ്ഷനായിരുന്നു ടൊമാറ്റോ റൈസും എഗ് റോസ്റ്റും. എന്നാൽ പിന്നെ അത് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അമ്മ എല്ലാ സാധനങ്ങളും എടുത്തു തന്നു കേട്ടോ. ഞാനതെല്ലാം പറഞ്ഞ പോലെ തന്നെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനിതൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അമ്മ അവിടെ വേറെ പണിയിലായിരുന്നു കേട്ടോ. എല്ലാം കഴിയുമ്പോൾ വിളിക്കുക, അപ്പോൾ അമ്മ വരാമെന്നായിരുന്നു പറഞ്ഞത്. ഇടയ്ക്ക് ഞാൻ പോയി കുറച്ച് വെള്ളം കുടിക്കുന്നുണ്ട്. ബോഡി എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കണമല്ലോ. എന്നിട്ട് വീണ്ടും ഞാൻ എടുത്തു തന്ന സാധനങ്ങളൊക്കെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നെ ഏൽപ്പിച്ച പണി ഞാൻ നല്ല ഭംഗിയായിട്ട് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അമ്മയെ വിളിച്ചു കഴിഞ്ഞു എന്നും പറഞ്ഞു. അപ്പോൾ അമ്മ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അമ്മ വന്നു കേട്ടോ. പിന്നെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനില്ലാഞ്ഞതുകൊണ്ട് ഞാൻ അവിടെ കൂടെ നിന്ന് അമ്മയുടെ കൂടെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ നിന്നു. ഇങ്ങനെ കുക്ക് ചെയ്യുന്ന ടൈമിലൊക്കെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലെങ്കിലും അവരുടെ കൂടെ നിന്ന് കുറച്ച് നേരം സംസാരിച്ചൊക്കെ നിൽക്കുമ്പോൾ അവർക്കും ബോറടിക്കില്ല, നമ്മുടെ ടൈമും പോയി കിട്ടും. അങ്ങനെ ഞാനൊന്നും ചെയ്യാതെ ഒന്നും നിന്നില്ല കേട്ടോ. കുറച്ച് നേരം സവാള വഴറ്റാനൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുത്തായിരുന്നു. പിന്നെ കുക്കറിൽ വെച്ചതുകൊണ്ടും പ്രത്യേകിച്ച് വേറെ ആരും കഴിക്കാനില്ലാത്തതുകൊണ്ടും പരിപാടികളൊക്കെ പെട്ടെന്ന് തീർന്നു കേട്ടോ. പിന്നെ എല്ലാം കഴിഞ്ഞ് ഇതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു സജഷൻസ് പറഞ്ഞു കൊടുക്കണമല്ലോ. ഞാനിപ്പോൾ എൻ്റെ രീതിക്ക് കുറച്ച് കുറ്റങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു കേട്ടോ. അമ്മയോട് കുറ്റം പറഞ്ഞെങ്കിലും സംഭവം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞ് നല്ല എൻജോയ് ചെയ്ത് ലഞ്ച് കംപ്ലീറ്റ് ചെയ്തു. എനിക്കാണെങ്കിൽ ഫുഡ് കംപ്ലീറ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോഴേക്കും ബാക്കിയുള്ളവർ കഴിച്ച് കഴിഞ്ഞ് എന്നെ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും. അങ്ങനെ ലഞ്ച് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കുറച്ച് നേരം കിടന്നുറങ്ങി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് എണീറ്റ് വൈകിട്ടത്തെ പരിപാടിയായി. കുളിക്കാൻ വേണ്ടി എണ്ണയിട്ട് വൈകിട്ട് കുറച്ച് നേരം നടക്കാനും ഇറങ്ങും കേട്ടോ. ഇത്രയും ഞാൻ വീഡിയോ എടുത്തോളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.